പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാതെ പോയ ബൈറ്റ് ഉണ്ടല്ലോ, ആ പ്രതികരിക്കാതെ പോയ പ്രതികരണം അത് നമുക്കൊന്ന് കൊടുത്താലോ? അത് കൊടുക്കാം. തീർച്ചയായിട്ടും PCR കൊടുത്തോ. I haven't seen the results. When I see, then only I'll be able to answer. എനിക്ക് അറിയുന്നില്ല, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നേ. ഫ്ലൈറ്റിൽ വന്നിറങ്ങിയുള്ളൂ, ഒന്ന് നോക്കിട്ട് പറയാം എന്ന ഉദ്ദേശമാണ്. 29-40 വീണ്ടും എത്തുന്നു. 30 BJP ആസ്ഥാനത്തും ആപ്പ് ആസ്ഥാനത്തും ഒരുപോലെ ആഹ്ലാദപ്രകടനങ്ങൾ കാണുന്ന അപൂർവ സുന്ദരമായ ഒരു മണിക്കൂറുകളുടെ ഡൽഹി ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിന് കാരണം ആപ്പ് 2-3 സീറ്റ് മുന്നോട്ടേക്ക് എത്തുമ്പോൾ അവിടെ ആപ്പിന്റെ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആപ്പിന്റെ ആഹ്ലാദങ്ങൾ ആപ്പ് ഓഫീസിന്റെ മുന്നിൽ, BJPയുടെ ആഹ്ലാദം BJP ഓഫീസിന്റെ മുന്നിൽ. രണ്ട് പാർട്ടികൾ ഒരേപോലെ ആഹ്ലാദിക്കുന്ന അപൂർവ സുന്ദരമായ സമത്വ സുന്ദരമായ ഡൽഹിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 29-41 അതായത് വോട്ടെണ്ണൽ തുടങ്ങി 2-3 മണിക്കൂർ ആകാൻ പോവുകയാണ്. 3 മണിക്കൂർ 8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നിസാർ ചോദിക്കുന്നു, ഡൽഹി ഇലക്ഷൻ എന്ന വാറായെന്ന് ചോദിക്കുന്നു. എല്ലാ ഇലക്ഷനും വാറാണ്, ജനാധിപത്യ വാക്യാർത്ഥത്തിൽ എടുക്കാതെ അതിനെ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ എടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഫ്രാൻസിസ് ജെയിംസ് ചോദിക്കുന്നു, പല ചാനലുകൾ പല റിസൾട്ട് പറയും. വീണ്ടും 31-39 ഫ്രാൻസിസ് ജെയിംസോട് ചോദിക്കുക, എന്തിനാണ് പല ചാനലിൽ പോകുന്നത്? പല ചാനലുകളിൽ പല റിസൾട്ട് കാണുന്നു. ഈ ഫ്രാൻസിസ് തീരെ ശരിയല്ല, പല ചാനലിൽ പോയി വന്നിട്ടായി. അപ്പോ നിങ്ങൾ കബഡി നിരത്തിയാണോ റിസൾട്ട് പറയുന്നത്? എങ്ങനെ മനസ്സിലായി? എന്റെ സുഹൃത്തെ, നിങ്ങൾ ഒരുപാട് ചാനലിൽ പോയി ഒരുപാട് വാർത്തകൾ കണ്ടതിന്റെ കുഴപ്പമില്ല. നിങ്ങൾ 24 നിൽക്കൂ, വളരെ വിശ്വസ്തമായ രീതിയിൽ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുമ്പോൾ ഇത്തിരി ആവേശം ഉണ്ടെങ്കിലും കണക്കിൽ ഞങ്ങൾ ആവേശം കാണിക്കാറില്ല. കണക്കിൽ ഒന്നാമത് പണ്ടേ നമ്മൾ പിന്നില്ല, അപ്പൊ നമ്മൾ ആവേശം കാണിക്കില്ല. കൃത്യമുള്ള ഏറ്റവും അവസാനത്തെ ആദ്യം കറക്റ്റ് ആയിരിക്കും. കണക്കിൽ യാതൊരു സമ്മതിച്ചു. അദ്ദേഹം കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. നിങ്ങൾ കുറച്ചു നേരം 1 മണിക്കൂർ കാണൂ, 1 മണിക്കൂർ കണ്ടിട്ട് 6ാം റൗണ്ട് കഴിഞ്ഞ് 7ാം റൗണ്ട് 8ാം റൗണ്ടോട് കടക്കുമ്പോഴത്തേക്ക് ചെറിയ ചില കൊണ്ടങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ 31ലേക്ക് ഉയരുന്നു. വീണ്ടും ബാക്ക് ടു 8 സീറ്റ് ഡിഫറൻസിലേക്ക് വന്നു. നേരത്തെ 10 മുഖ്യമന്ത്രി പറയാനുള്ള പാർട്ടി തീരുമാനങ്ങൾ വരട്ടെ. ഈ കണക്ക് പ്രകാരം ആപ്പിന് കേവല ഭൂരിപക്ഷം എത്രയാണ്? 32, 33, 34, 36 5 സീറ്റോട് കിട്ടിയ ആപ്പിന് കേവല ഭൂരിപക്ഷമായി. 3 സീറ്റ് നഷ്ടപ്പെട്ട BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന രീതിയിൽ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങാമട്ടിൽ ഡൽഹിയുടെ ഭരണം അങ്ങനെ ഇരിക്കുകയാണ്. 6ാം റൗണ്ട് ആയിട്ടേ ഉള്ളൂ. ഇനിയും ഏതാണ്ട് 4-5 റൗണ്ടുകൾ എണ്ണിത്തീരാ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ 60% വോട്ടാർ ഇനി ബാക്കി എണ്ണാൻ കിടക്കുകയാണ് അവിടെ എന്നാണ് കുറച്ച് സമയം മുമ്പ്. അതിൽ കുറച്ച് എണ്ണിട്ടുണ്ടാവണം. 50% ഉണ്ട്. പപ്പാതി എണ്ണ ഉണ്ട്. പപ്പാതി എണ്ണുമ്പോഴത്തേക്ക് നേരത്തെ ഏതോ പ്രശ്നം ചോദിച്ച പോലെ ആം ആദ്മിക്ക് മൊത്തം കിട്ടുമെന്ന് ആരും പറയുന്നൊന്നുമില്ല. പപ്പാതിക്ക് വോട്ടുകൾ എണ്ണുമ്പോഴേക്കും എന്തും ഈ മാറിമറികൾക്ക് ഇപ്പോഴും പോസിബിലിറ്റി ഇല്ല എന്നും പറയാനായിട്ടില്ല എന്നാണ് പറയുന്നത്. 31-39 ആം ആദ്മി പാർട്ടി 31, BJP 39. നേരത്തെ ഒരു ഘട്ടത്തിൽ 50 സീറ്റ് വരെ BJP വന്നതാണ്. വളരെ ആധികാരികമായി നമ്മൾ ഭരണം ഉറപ്പിച്ചു വന്ന് ഏതാണ്ട് ആലോചിച്ചതാണ്. പക്ഷെ അവിടെ നിന്ന് താഴേക്കിറങ്ങി 50-ൽ 39ലേക്ക് BJP നിൽക്കുകയാണ്. വീണ്ടും ഇപ്പോൾ ഈ 39ൽ വളരെ ആധികാരികമാണ് BJPയുടെ ജയമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാര്യം 31 ആം ആദ്മി പാർട്ടി തൊട്ട് പിന്നിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ആദ്യം മുതൽ തന്നെ ഒരു സീറ്റിൽ ഓക്ലയിലും ബിദലയിലും ലീഡ് എടുത്താണ്. പക്ഷേ ലീഡ് മാറി. ലീഡ് മാറുകയും ചെയ്തു. പക്ഷേ ലീഡ് മാറി എന്ന് പറയുമ്പോൾ പോലും അവർ അവിടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നു എന്ന കാര്യം നിസ്സംശയമാണ്. 5% ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. ആപ്പ് 31, BJP 39. ആപ്പിന്റെ ആസ്ഥാനത്തും BJP ആസ്ഥാനത്തും ഒരേപോലെ ആഘോഷം. ആപ്പിന്റെ ആസ്ഥാനത്തും BJP ആസ്ഥാനത്തും ഒരേപോലെ ആഘോഷം. എനിക്കൊന്ന് 2 ബോക്സിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്ക്രീനിന്റെ വലതു ഭാഗത്തായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലി പറഞ്ഞ ഇടതു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് ആം ആദ്മി പാർട്ടിയുടെ ആഘോഷം മുകളില് അല്ലേ, താഴെ BJP ആസ്ഥാനത്ത് BJPയും ആം ആദ്മി പാർട്ടിയും അവരെ ആർമാദിക്കുക. അവിടെ ഒരു ആർമാദിക്കട്ടെ. തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഇതുപോലൊരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടാണോ? കാരണം അടുത്തടുത്ത് 33-39 നിൽക്കുക, അടുത്തടുത്ത് നിൽക്കുക. രണ്ടുപേർക്കും ആത്മവിശ്വാസമുണ്ട്. രണ്ടുപേരും വേദി ബുക്ക് ചെയ്തില്ല. വേദി ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. നേതാക്കന്മാർക്ക് പ്രസംഗിക്കാനായി വേദി ബുക്ക് ചെയ്തിട്ടിരിക്കുക. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണെന്നുള്ള വാർത്ത വരികയാണ്. അദ്ദേഹം അവിടെ വരേണ്ട വേദി കയറേണ്ട ആളാണ്. എന്താ ചെയ്യുക? അപ്പൊ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ കമ്മിങ് ടു സീരിയസ് ബിസിനസ്, ഡൽഹി ഇലക്ഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ
തെരഞ്ഞെടുപ്പ് നടന്ന 70 സീറ്റുകൾ മാജിക് നമ്പർ 36. BJP 39 സീറ്റുകളുമായി മുന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. തൊട്ടു പിന്നിൽ ആം ആദ്മി പാർട്ടി 31മായി കടുത്ത വെല്ലുവിളി BJPക്ക് ഉയർത്തിയിരിക്കുന്നു. കടുത്ത വെല്ലുവിളി, നിശ്ചിതമായ വെല്ലുവിളി. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ 364 വോട്ടിന് 7ാം റൗണ്ടിലും പിന്നിലായി നിൽക്കുന്ന കാഴ്ച. അരവിന്ദ് കെജ്രിവാൾ വെരി സോറി, 364 വോട്ടിന് മുന്നിലാണ് അദ്ദേഹം. 3 തവണ ഡൽഹി മുഖ്യമന്ത്രിയാവുകയും ഈ ഡൽഹി ആസ്ഥാനത്ത് എന്താണ് ചൂലിന്റെ പ്രാധാന്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത അതേ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, കുടില തന്ത്രജ്ഞൻ ചാണക്യൻ. എന്ന് പറഞ്ഞാൽ 2013 മാത്രം ആദ്യം മത്സരിക്കുന്ന ഒരു പാർട്ടി, അതിനുശേഷം അത് 2015 70 67 വാങ്ങുന്നു, 2020 5 വർഷം കഴിയുമ്പോൾ 70 62 വാങ്ങുന്നു, അതിനുശേഷം 13 വർഷത്തെ ഭരണത്തിനൊടുവിൽ BJP കടുത്ത വെല്ലുവിളി കൊടുക്കുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ചില്ലറക്കാരനല്ല, തർക്കമാക്കരുതില്ല. അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത രാഷ്ട്രീയക്കാരനല്ല. അതിനിൽ പഞ്ചാബിൽ അധികാരം പിടിക്കുന്നു, അതിൽ ജമ്മു കാശ്മീർ ഡോഡയിൽ പിടിക്കുന്നു, അതിൽ ഗുജറാത്തിൽ സ്വാധീനം അറിയിക്കുന്നു, ഹരിയാനയിൽ സ്വാധീനം അറിയിക്കുന്നു. ദേശീയ പാർട്ടിയായി മാറുന്ന ഒരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള ആളാണ്. ഉറപ്പ് രാഷ്ട്രീയക്കാരാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ആ വിനിൽ കാശി നമ്മുടെ പാവം ക്യാമറയെ കുറിച്ച് എന്താ പറഞ്ഞു, ജനങ്ങളെന്താ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു റസാഖ് പാല ഒരു കാര്യം അയച്ചിട്ടുണ്ട്, കാശി വായിച്ചു നോക്കിക്കോട്ടെ, ഇത് അത്ര സുഖകരമല്ല. മതി, വേറെ ആണ്ട് വരായിരുന്നാ എനിക്ക് തോന്നുന്നത് കാശിക്ക് കേട്ടോ. ശരിക്കും ഇപ്പൊ 7ാം റൗണ്ടിൽ അരവിന്ദ് കെജ്രിവാൾ 386 വോട്ടിന്റെ ലീഡുണ്ട് എന്ന് വാർത്ത വരുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 31 സീറ്റുകൾക്ക് അവർ മുന്നിലായിരിക്കുന്നു. എന്നാൽ ഒരുപാട് റൗണ്ടുകൾ ഇപ്പോൾ എണ്ണാനുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഇനി എത്ര റൗണ്ടുകൾ ബാക്കിയുണ്ട്? ഒരു 6 റൗണ്ട് ഒരു മണിക്കൂർ കൂടി നിങ്ങൾ കാത്തിരുന്നാൽ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 55 സെക്കൻഡ് ആയിരിക്കുന്നു. നമ്മൾ ആ സമയം പറയുന്നത് സെക്കൻഡ് പറയുന്നത് വളരെ പ്രധാനമാണ്. 10 മണി 57 മിനിറ്റ് 55 സെക്കൻഡ്. മൊത്തമുള്ള 12 സംവരണ സീറ്റിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി 12 സീറ്റിലും വിജയിച്ചവരാണ്. ഇക്കുറി ആ സംവരണ സീറ്റിൽ 8 എണ്ണത്തിൽ ആം ആദ്മി പാർട്ടിയും 4 എണ്ണത്തിൽ BJPയുമാണ്. പൂർവാഞ്ചൽ പഞ്ചാബ് മേഖലയിൽ BJP, 12 മുസ്ലിം ഭൂരിപക്ഷ മേഖല 9 എടുത്ത് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായി എല്ലാ വിഭാഗങ്ങളും, അത് മുസ്ലിം വിഭാഗത്തിലാവട്ടെ അല്ലെങ്കിൽ അവിടെ ദളിത് വിഭാഗത്തിലാവട്ടെ ചേരി മേഖലയിലാവട്ടെ ആം ആദ്മി പാർട്ടിക്ക് എൻ ബ്ലോക്കായി വോട്ട് ചെയ്തു. ഇക്കുറി എൻ ബ്ലോക്കായി വോട്ട് ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടന. സ്കേൻ അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് സപ്നാദാസ് എഴുതുന്നു. സ്കേൻ ഹാഷ്മി ഇന്ന് സുന്ദരനാണ്. ഞാൻ വായിക്കട്ടെ സ്കേൻ, അത് എന്നാൽ വിജയകുമാർ വായിക്കില്ല. ഞാൻ ഈ വിജയനെ പരിചയപ്പെട്ടിട്ട് 9 വർഷമായി. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് ഒരാള് പോലും സുന്ദരനാന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല വിജയകുമാർ വായിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, എന്നിട്ട് അത് കാണാത്തോന്ന് ഞാൻ വായിക്കട്ടെ. നെറ്റ് ചുളിയുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടുകൊണ്ട്. അപ്പൊ സപ്നദാസ് പറയണ ഹാഷ്മി സുന്ദരനാണെന്ന് പറയാണ്. ആരും വായിക്കാത്ത സപ്നദാസ് അല്ലെ എന്ന് പറഞ്ഞ 30-40 വീണ്ടും ബാക്ക് ടു 10, വീണ്ടും ബാക്ക് ടു 10 സീറ്റ് ഡിഫറൻസ്. വീണ്ടും എളുപ്പത്തിൽ പറയാം. ഏത്തപ്പഴം കുറച്ച് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിന്റെ ഒരു കുഴപ്പം വെച്ചാലേ വെയിറ്റ് കൂട്ടും. മതി കഴിച്ചത്. അതെ, മതി കഴിച്ചത്. അപ്പോ ഏത്തക്കാപ്പൊടി വിജയം കഴിച്ചിട്ടുണ്ട്. ഇല്ല, അതൊരു ഒരു കാലത്ത് ചികിത്സ, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ അവർക്ക് ആരോഗ്യം കുറഞ്ഞപ്പോൾ അവർ ഏത്തക്കാപ്പൊടിയാണ് കഴിച്ചത്. ഏത്തക്കാപ്പൊടി നല്ലതാണ്. എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണൻ കഴിച്ചായിട്ട് ഒരു സൂചന. ഏത്തക്കാപ്പൊടി കഴിക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ എൻകൗണ്ടറിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഏത്തക്കാപ്പൊടിയുടെ ഒരു ആവേശം അദ്ദേഹത്തിന് വാക്കിൽ വരാൻ ആഷ്മിക്ക് ഇല്ലാത്തതാ. അപ്പൊ 2 ഏത്തക്ക വാങ്ങിച്ചിട്ട് പൊടിച്ച് കഴിക്കും. ഗോപികൃഷ്ണനെ തകർക്കാൻ ഒറ്റ വഴിയുണ്ട്, ഏത്തക്കാപ്പൊടി. റെഡി റെഡി. കമ്മിങ് ടു ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാ പറഞ്ഞു. നമ്മുടെ ചാനലല്ലേ. വീണ്ടും 30-40 അതിനിടയ്ക്ക് 31-39 ആയിരുന്നു. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമ്മള് കുഴപ്പം. അപ്പൊ എപ്പോഴും ഏറ്റവും അവസാനത്തെ കക്ഷി 30-40 BJP. ആം ആദ്മി പാർട്ടി 30, BJP 40. BJP 40, ആം ആദ്മി പാർട്ടി 30. കൃത്യം 11 മണിയായി സമയം. 11 മണിയായി. ഇനി 6 റൗണ്ട് ഉണ്ടോ എണ്ണാൻ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 1 മണിക്കൂറിനകം ഡൽഹി ആര് ഭരിക്കുമെന്നറിയാം. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു കാറ്റ്, ഒരു തരംഗം ഡൽഹിയിൽ ഉണ്ടെന്ന് പറയാം. അപ്പൊ BJPക്ക് അനുകൂലമായ കാറ്റ് തന്നെയാണ് അടിക്കുന്നത്. പക്ഷേ ഈ കാറ്റിന്റെ ഇടയിലെങ്ങാനും കൊടുങ്കാറ്റ് കയറി വന്നു കളയുമോ എന്ന ഭയം കൊണ്ടാണ് നമ്മൾ ഇതിലൊരു കാര്യമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 8 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ 8-ൽ നിന്നാണ് BJP പറയുന്ന 40-ലേക്കൊക്കെ എത്തിയത്. വലിയ സംഭവം. അപ്പൊ അതാണ് BJP അധികാരത്തിൽ വരുന്നോ ഇല്ലയോ എന്നതിനപ്പുറത്ത്
BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലാണ്. കാരണം BJPയുടെ സാന്നിധ്യം പല മണ്ഡലങ്ങളിലും ഉണ്ട്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ തകർത്ത് കളയാൻ, അയാളുടെ വിശ്വാസം തകർത്ത് കളയാൻ BJP വളരെ നന്നായി വർക്ക് ചെയ്തു. ഗ്രൗണ്ടിൽ രാഷ്ട്രീയം, ഞാൻ മോശത്തിൽ പറയുന്നതല്ല, ഗ്രൗണ്ടിൽ രാഷ്ട്രീയമായി വർക്ക് ചെയ്തു, വലിയ പ്രചണ്ഡ പ്രചാരണങ്ങൾ നടത്തി, അതിൽ ലീഡ് ഇറങ്ങി സമീപകാലത്തെ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ നമ്മൾ BJP കാണുന്ന ഏറ്റവും വലിയ മാറ്റം എന്താ അറിയോ? ഈ RSS പോലെയുള്ള സംഘടനകൾ BJP സഹായിക്കുന്നതുകൊണ്ട് ഗ്രൗണ്ട് ലെവലുള്ള ഓപ്പറേഷൻ തീവ്രമാണ്. അതായത് തൃശൂർ മണ്ഡലത്തില് കുറച്ച് പുതിയതായി വോട്ടർമാരെ ചേർത്തു എന്ന് മറ്റുള്ള പാർട്ടിക്കാർ അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി അല്ലേ? വെരി വെരി ലേറ്റ്. അപ്പൊ അവരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ കേരളം പോലെയുള്ള സ്ഥലത്ത് പോലും പ്രവർത്തിക്കാൻ RS പോലുള്ള സംഘങ്ങൾ കഴിയുന്നു. അപ്പൊ മറ്റുള്ള പാർട്ടിക്കാർ ഇവരിന്ന് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ വിളിക്കുന്നുണ്ടോ? നമ്മളെ ഞങ്ങൾ RS BJP പഠിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ചോദിക്കരുത്. പക്ഷേ ഉണ്ട്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ പ്രവർത്തന രീതിയാണ് അവരിപ്പോൾ പിന്തുടരുന്നത്. 50,000-ഓളം ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ നടത്തിയെന്നാണ് പറഞ്ഞത്. ഓരോ വീടിനകത്തോട്ട് 50,000-ഓളം മീറ്റിംഗുകൾ RS വീടിനകത്തോട്ട് കയറിയിരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന 50,000 മീറ്റിംഗുകൾ പറയുന്നത്. മാത്രമല്ല നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള എന്താണ് കൊണ്ടുവന്നത് വിജയകുമാർ? ഒരു സംഭവം കേരളത്തിൽ വിതരണം ചെയ്യലോ? അയോധ്യ ക്ഷേത്രത്തിൽ അതിന്റെ പേര് ഒരു സംഭവം. ആ സാധനം 35 ലക്ഷം വീടുകൾ കൊടുത്തു എന്നാ പറഞ്ഞത്. 35 ലക്ഷം വീടുകളിൽ 4 വോട്ടർമാരുണ്ടെന്ന് ഇരിക്കെ 35 ലക്ഷത്തിന്റെ 4 ഗുണം 1.25 കോടി വോട്ടർമാരെ സ്വാധീനിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്.